പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സന്ദർഭത്തിലാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കും രാജ്യം കടന്നിരിക്കുകയാണ്. 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തെ അവസാനിപ്പിക്കുന്നതിനുള്ള പൊതുവായ ജനവികാരമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് നടന്ന ഇടങ്ങളിലെല്ലാം പ്രധാനമായും പ്രകടമായത് എന്നാണ് മിക്കവാറും മാധ്യമ നിരീക്ഷകരും എല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ കേരളം മുന്നോട്ട് വെക്കുന്ന ബദൽ നയങ്ങൾ ഗൗരവാവഹമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇതിനെല്ലാം വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനല്പം പോലും തയ്യാറാവാതെ വിവാദങ്ങൾ, അനാവശ്യമായ വിവാദങ്ങൾ കുത്തിപ്പൊക്കി ഇടതുപക്ഷ വിരുദ്ധത വ്യാപകമായി പടർത്താനാണ്, പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. അത് അവരുടെ മാധ്യമങ്ങളുടെ പിന്നിലുള്ള മുതലാളിമാരുടെ താല്പര്യമാണെന്ന് അതിൻ്റെ ഒരു വിശദീകരണത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. 4ാം വർഷത്തിലേക്ക് കടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉറച്ച ബഹുജന പിന്തുണ രാജ്യത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും കേരളത്തിലെ ഗവൺമെന്റ് മാതൃകയാണെന്നതാണ് പിണറായി സർക്കാരിനെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് കോളിളക്കം സൃഷ്ടിച്ച നേരത്തെ ഏറെ ചർച്ചയ്ക്ക് വിധേയമായ ജിഷ വധക്കേസിലെ കീഴ്ക്കോടതി വിധി ഹൈക്കോടതിയും ശരിവെച്ചത്. UDF സർക്കാരിന്റെ കാലത്ത് അവിടെ കൊലപാതകം നടന്നിടത്ത് ഒരു ചെരുപ്പ് കെട്ടിത്തൂക്കി പ്രതിയെ കാത്തിരുന്ന കാലത്താണ് ആ ഭരണം ഏതാണ്ട് അവസാനിച്ചതിന് ശേഷം അവസാനിപ്പിച്ച് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നത്. വളരെ സൂക്ഷ്മതലത്തിലുള്ള അന്വേഷണ മികവും അതുപോലെ എല്ലാ നിലയിലും പഴുതടച്ച പ്രോസിക്യൂഷന്റെ ഇടപെടലും അതോടൊപ്പം കേരളത്തിലെ LDF സർക്കാരിന്റെ അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ അർപ്പണബോധവും എല്ലാം കൂടി ചേർന്നപ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് നേടിക്കൊടുക്കുന്നതിന് കഴിയും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധത അരക്കിട്ടുറപ്പിക്കുന്ന വിധിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. UDF സർക്കാരിന്റെ ദുഷിച്ച ഭരണം ഇന്നും മലയാളികൾക്ക് ഒരു തേക്കിനാവ് പോലെ അവരുടെ മനസ്സിൽ ഉണ്ട് എന്നത് വസ്തുതയാണ്. അങ്ങേയറ്റത്തെ കൊടിയ അഴിമതിയും അതോടൊപ്പം കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഇതുമാത്രം കൈമുതലാക്കിയ സർക്കാരായിരുന്നു 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDF ഗവൺമെന്റ്. ജനങ്ങളുടെ സമസ്ത ജീവിത മേഖലകളിലും പുരോഗതിയും അതോടൊപ്പം ക്ഷേമവും എല്ലാം കൈവരിക്കുന്നതിന് കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് കഴിയും. UDFന്റെ ഭരണകാലത്ത് 11 തൊട്ട് 2016 വരെയുള്ള കാലത്ത് മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ, അതുപോലെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ ആണ് കേരളത്തിൽ ഈ ഘട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ അങ്ങേയറ്റത്തെ നീതീകരിക്കാൻ കഴിയാത്ത ഉപരോധവും സാമ്പത്തികമായ ഉപരോധവും ഇതെല്ലാം സംഭവിച്ച ഘട്ടത്തിൽ ഇതിന്റെ എല്ലാം നടുവിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. എന്നാൽ പ്രതിസന്ധികൾക്കിടയിലും ഒരു വികസന പ്രവർത്തനവും മാറ്റിവെക്കുന്നതിന് മുടക്കുന്നതിന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളത് പ്രസക്തമാണ്. ജനങ്ങൾ വികസനം നേരിട്ട് അനുഭവിച്ച ഇതുപോലെയുള്ള ഒരു കാലയളവ് ഇതിന് മുമ്പൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ക്ഷേമം, അതുപോലെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പിന്നിട്ട 8 വർഷക്കാലം.
എന്നാൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്ത് വന്ന ദിവസം മുതൽ കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ കുൽസിത മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റിനെ താഴെ ഇറക്കും എന്ന വാശിയിൽ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വരികയാണ്. നാട് നേരിടുന്ന പൊതുവായ വിഷയങ്ങളിൽ, പ്രശ്നങ്ങളിൽ പോലും ഒന്നിച്ചു നിൽക്കാനോ സർക്കാരിന് ക്രിയാത്മകമായ പിന്തുണ നൽകാനോ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നേയില്ല. കേരളം ഏത് വിധേനയും നശിച്ചു കാണണം, തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷ നിരയാണ് കേരളത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കോവിഡ് കാലത്ത് സാലറി ചലഞ്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. പ്രളയകാലത്ത് പുഴയിൽ നിന്ന് മണ്ണ് വാരുന്നത്, മണൽ നീക്കം ചെയ്യുന്നത് പോലും തടസ്സപ്പെടുത്താൻ നോക്കിയ പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പോലും കോടതി നടപടികളിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നതിനും അതുപോലെ അപവാദങ്ങൾക്ക് വിധേയമാക്കുന്നതിനുമാണ് അവർ പരിശ്രമിച്ചത്. കിഡ്നി വഴിയുള്ള വികസനം തടസ്സപ്പെടുത്താൻ എല്ലാ ശ്രമവും അവർ നടത്തി നോക്കിയിട്ടുണ്ട്. അനാവശ്യമായി അവർ ഉണ്ടാക്കിയ ഒരു വിവാദം പോലും ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നവകേരള സദസ്സ്, അതുപോലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം എന്നിവയിലെല്ലാം അങ്ങേയറ്റത്തെ നിഷേധാത്മക മനോഭാവമാണ് അവർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം വ്യക്തിപരമായി ആക്ഷേപിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതും ഇപ്പോഴും നടത്തുന്ന ശ്രമവും അതുതന്നെയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് കേരളത്തിനുള്ള ന്യായമായ വിഹിതം പോലും നൽകാൻ തയ്യാറാകുന്നില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ എങ്ങനെയെല്ലാം അസ്ഥിരീകരിക്കാം, ഇതിനാണ് അവർ ശ്രമം നടത്തി വരുന്നത്. എന്നാൽ എത്രമാത്രം ശ്രമിച്ചിട്ടും പ്രതിപക്ഷത്തിനും കേന്ദ്ര ഗവൺമെന്റിനൊന്നും ഇക്കാര്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് എല്ലാ കേസിലും തുടർച്ചയായി തിരിച്ചടി നേരിട്ടു. അതിന് അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മാസപ്പടി ആരോപണം, ലോകായുക്ത നിയമ ഭേദഗതി, അതുപോലെ CMDRF കേസ്, തോട്ടപ്പള്ളിയിലെ മണൽവാരൽ പ്രശ്നം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനേകം വിഷയങ്ങളിൽ കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി. മുഖ്യമന്ത്രിയെ ജയിലിലടക്കുമെന്ന് കിനാവ് കാണുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും മുഖ്യമന്ത്രിയെ ജയിലിലടക്കുമെന്ന് വീമ്പിളക്കുന്ന BJPക്കും ഈ സർക്കാരിനോട് ഒരേ സമീപനമാണ്. അവർ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പെരുമാറുന്നത്. മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും എല്ലാം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രാഷ്ട്രീയം മാത്രമാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ കൈവശമുള്ളത്. മാധ്യമങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു മഹാസഖ്യം, ഒരു മഴവിൽ മുന്നണിയാണ്, സഖ്യമാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇന്ന് പരിശ്രമം നടത്തുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും പർവ്വതീകരിക്കുന്ന മാധ്യമങ്ങൾ നിർലോഭം പ്രതിപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടും പ്രതിപക്ഷത്തിന് ഒരു വിധത്തിലും കേരളത്തിൽ ജനപിന്തുണ ആർജിക്കാൻ കഴിയുന്നില്ല. പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളുടെ പുരോഗതി വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് വഴി ജനങ്ങളെ അറിയിച്ചാണ് LDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏത് പ്രതിസന്ധിയും കേരളത്തിനൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ സർക്കാരിനെ കൈവിടാൻ ജനങ്ങളും തയ്യാറല്ല. അതിന്റെ എല്ലാം തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ മികച്ച ഭൂരിപക്ഷം എന്നുള്ളത് നമുക്ക് കാണാനാകും. ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണയാർജിച്ച് വിജയം കരസ്ഥമാക്കിയ സർക്കാരും എല്ലാ അർത്ഥത്തിലും തോറ്റുപോയ പ്രതിപക്ഷവും തമ്മിൽ യഥാർത്ഥത്തിൽ താരതമ്യപ്പെടുത്താൻ പോലും സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ജനങ്ങൾ എത്രമാത്രം തിരസ്കരിച്ചിട്ടും തള്ളിക്കളഞ്ഞിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. നിലപാട് തിരുത്തുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. നാടിന്റെ പൊതുവായ വിഷയങ്ങളോട് ഗവൺമെന്റ് കേരളത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും സ്വീകരിക്കുന്ന നടപടികളോട് ക്രിയാത്മകമായ സമീപനം കൈക്കൊള്ളുന്നതിന് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ വസ്തുത ഉയർന്നു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ജനങ്ങൾ ശക്തമായ വിലയിരുത്തലിന് വിധേയമാക്കണം. ആ പ്രതിപക്ഷത്തിന്റെ നിലപാട് തിരുത്തിക്കുന്നതിനുള്ള സമ്മർദ്ദം ജനങ്ങളിൽ നിന്നുണ്ടാവണം. കേരളത്തിലെ ഗവൺമെന്റിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പൂർണ്ണ മനസ്സാലെ പിന്തുണ നൽകാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കാനും എല്ലാ ജനവിഭാഗങ്ങളും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് കൂട്ടിച്ചേർത്ത് സൂചിപ്പിക്കാറുള്ളത്.